ഗസയിൽ രൂക്ഷമായിരിക്കുന്ന പോരാട്ടം ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇന്നത്തെ ദിവസം 10 ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത്. 2 രീതിയിൽ അവിടെ ആക്രമണം നടന്നു എന്നുള്ളതാണ്. അതിൽ വെടിവെപ്പിലാണ് 3 സൈനികർ കൊല്ലപ്പെട്ടത്. അത് 4 പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റു. അതിൽ തന്നെ 10 പേരോളം ഇസ്രായേൽ സൈനികരെ കാണാതായിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത്. കാണാതാവുന്നത് സാധാരണഗതിയിൽ ഇസ്രായേലിന് റിപ്പോർട്ടായിട്ട് പുറത്തു വരാത്തതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയുണ്ട്. മരണപ്പെട്ടിട്ടില്ല, പരിക്കേറ്റിട്ടില്ല, ആളെ കാണുന്നില്ല എന്ന സ്ഥിതി. രണ്ടാമത്തത്, സൈനിക വാഹനത്തിന് നേരെ സ്ഫോടനം നടന്നു. അതിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു. അത് സ്ഥിരീകരിക്കപ്പെട്ടു. അത് അന്താരാഷ്ട്രീയ മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. അവരുടെ ചിത്രങ്ങളും പുറത്തു വിട്ടിരിക്കുന്നു. 16 സൈനികർക്കെങ്കിലും പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകളുടെ 8ഓളം പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇപ്പോൾ ഇറാനിലെ വിഷയം കഴിഞ്ഞതോടുകൂടി ഗസയിൽ രൂക്ഷമായിരിക്കുന്ന പോരാട്ടം പല മേഖലയിലും നേർക്കുനേരെ നടക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഭക്ഷണം വാങ്ങുന്ന ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ഗുരുതരമായിരിക്കുന്ന വെടിവെപ്പിൽ നിത്യേന 10ഓളം പേരെങ്കിലും മരണപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നതോട് കൂടിയിട്ടാണ് ഈ മേഖല സജീവമായിരിക്കുന്നത്. അതിശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നാണ് വൈകിയും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.